ക്രിയേറ്റർ ആണ്, നിങ്ങളുടെ യൂട്യൂബ് ചാനൽ മോണിറ്റൈസേഷൻ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കേണ്ട ഒരു കാര്യമാണ്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു യൂട്യൂബിൽ ലേറ്റസ്റ്റ് ആയിട്ട് വരുന്ന ഒരു അപ്ഡേറ്റിനെ കുറിച്ച്. അതായത് 8 മിനിറ്റിൽ കൂടുതലുള്ള വീഡിയോസിൽ മിഡ് റോൾ ആഡ്സ്, അതിൽ ഓട്ടോമാറ്റിക് ആഡ് സ്ലോട്ടിലായിരിക്കും ഇനി മുതൽ കൂടുതൽ അഡ്വർടൈസ്മെന്റ് വരിക എന്നുള്ളത്. അപ്പൊ ഈ ഒരു മെയ് 12 വരെ നമുക്കതിൽ പഴയ വീഡിയോക്കൊക്കെ നമുക്കത് സെറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടായിരുന്നു. അതിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, നിങ്ങൾ നിങ്ങളുടെ യൂട്യൂബ് ചാനൽ മോണിറ്റൈസേഷൻ ആയി ഇപ്പൊ ഇങ്ങനെ മുന്നോട്ട് പോകുന്നുണ്ടായിരിക്കും. ഇപ്പോഴും നിങ്ങൾക്ക് നല്ല വ്യൂസ് വരുന്ന വീഡിയോസ് ഉണ്ടായിരിക്കും, നമുക്ക് വാച്ച് ടൈം വന്ന വീഡിയോസ്, അങ്ങനെ ഒരുപാട് വീഡിയോസ് മിക്ക ക്രിയേറ്റേഴ്സിനും അങ്ങനെ അവരുടേതായിട്ടുള്ള ഒരു സ്പെഷ്യൽ വീഡിയോ ഉണ്ടായിരിക്കും. അപ്പൊ അങ്ങനത്തെ കുറച്ച് വീഡിയോസ് നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക. നിങ്ങൾ അതിന്റെ അനലിറ്റിക്സ് എടുത്ത് മോണിറ്റൈസേഷൻ എന്നുള്ള ഭാഗം എടുത്തിട്ട് നിങ്ങൾ മാനേജ് മിഡ് റോൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് അനലിറ്റിക്സിൽ ഈ ഒരു മിഡ് റോളിലെ ആഡ് ബ്രേക്കുകൾ, പരസ്യം വരേണ്ട സ്ഥലങ്ങൾ ഇപ്പോഴും ഇന്ററപ്റ്റീവ് ആണോ, അത് അവൈലബിൾ ആണോ, അഡ്വർടൈസ്മെന്റ് വരുന്ന രീതിയിലാണോ എന്നുള്ളത് നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കണം. കാരണം നമുക്ക് ഇപ്പോഴും ഇപ്പൊ ഇടുന്ന വീഡിയോക്ക് വ്യൂസ് വരുന്നില്ലെങ്കിലും മിക്ക ചാനലുകളിലും ബാക്ക്ഗ്രൗണ്ടിൽ അവർ മുന്നേ ചെയ്ത വീഡിയോസ് ഇങ്ങനെ റൺ ആയിക്കൊണ്ടിരിക്കുന്നുണ്ടായിരിക്കും. നമ്മളൊന്നും അത് അറിയുന്ന അല്ലെങ്കിൽ ചെക്ക് ചെയ്യുന്നൊന്നുണ്ടായിരിക്കില്ല. നമ്മൾ കാര്യമായിട്ട് വീഡിയോസ് ചെയ്തില്ലെങ്കിലും കുറച്ച് ഡോളറുകൾ മിക്ക ആളുകളും യൂട്യൂബിൽ നിന്ന് ബ്രേക്ക് എടുക്കുന്നവർ, വ്യൂസ് ഇല്ലാത്തവർക്കൊക്കെ മനസ്സിലാക്കാം, എപ്പം നോക്കിയാലും കുറച്ച് ഡോളറുകൾ എങ്ങനെയായാലും സീറോയിലല്ലല്ലോ നിൽക്കുന്നത്. കുറച്ച് ഡോളർ എപ്പോഴും അവിടെ നമുക്ക് കാണാം. അപ്പൊ ആ ഡോളർ വരുന്ന ഒരു വീഡിയോസ് ഉണ്ടായിരിക്കും. ഞാൻ നേരത്തെ പറഞ്ഞ ഒരു ക്രിയേറ്ററെ സംബന്ധിച്ചിടത്തോളം വാച്ച് ടൈം വന്ന വീഡിയോസ്, അതുപോലെ റവന്യൂ വരുന്ന വീഡിയോസുകൾ, ആ വീഡിയോസ് എടുത്തിട്ട് നിങ്ങൾ 8 മിനിറ്റിൽ കൂടുതലുള്ളതാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ചെക്ക് ചെയ്ത് നോക്കുക. അതിൽ ഇന്ററപ്റ്റീവ് ആഡ് സ്ലോട്ടുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ അത് ശരിയായ രീതിയിലേക്ക് സെറ്റ് ചെയ്ത് വെച്ചിട്ട് നമുക്ക് അഡ്വർടൈസ്മെന്റ് വരാനുള്ള ഇന്ററപ്റ്റീവ് അല്ലാത്ത സ്ലോട്ടുകളിലേക്ക് മാറ്റുക. ഓട്ടോമാറ്റിക് ആഡ് സ്ലോട്ടുകൾ നിങ്ങൾ ഓൺ ചെയ്ത് കൊടുക്കുക. അത് ചെയ്തിട്ടില്ലെങ്കിൽ അങ്ങനെ ഓൺ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ, ഇനി നിങ്ങൾ വീഡിയോ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്, ഓട്ടോമാറ്റിക് ആഡ് സ്ലോട്ടുകൾ ചെയ്ത് കഴിഞ്ഞാൽ യൂട്യൂബ് ഓട്ടോമാറ്റിക് ആയിട്ട് പരസ്യം വരുന്ന സ്ഥലങ്ങൾ കണ്ടെത്തി അവർ അതിലൊക്കെ അഡ്വർടൈസ്മെന്റ് കാണിക്കും. അപ്പൊ നമ്മുടെ റവന്യൂമായി ബന്ധപ്പെട്ടിട്ടുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഏതൊരു ക്രിയേറ്ററും ന്യൂ യൂട്യൂബർ ആയാലും ഒരുപാട് വീഡിയോസ് ചെയ്ത് ഇപ്പൊ ഇങ്ങനെ എക്സ്പീരിയൻസ്ഡ് ആയവരായാലും അവരുടെയൊക്കെ ലക്ഷ്യം വരുമാനം നേടുക എന്നുള്ളതാണ്. അപ്പൊ നിങ്ങളുടെ വരുമാനത്തെ നേരിട്ട് ബാധിക്കുന്ന ഒരു അപ്ഡേറ്റ് ആണിത്. അപ്പൊ അത് നിങ്ങളെ നെഗറ്റീവായിട്ട് ബാധിച്ചിട്ടുണ്ടോ എന്നുള്ളത് നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക. അപ്പൊ നിങ്ങൾക്ക് ഇപ്പോഴും അനലിറ്റിക്സ് എടുത്ത് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും നല്ല വ്യൂസ് വരുന്ന വീഡിയോസ്. അപ്പൊ ഈ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ച് അതിൽ ഇന്ററപ്റ്റീവ് ഉണ്ടെങ്കിൽ ആ ഒരു ഇന്ററപ്റ്റീവ് ആഡ് സ്ലോട്ട് നിങ്ങൾ പെട്ടെന്ന് അത് സോൾവ് ചെയ്ത് അഡ്വർടൈസ്മെന്റ് വരുന്ന ഭാഗത്തേക്ക് മൂവ് ചെയ്ത് സേവ് കൊടുക്കുക. അങ്ങനെ നിങ്ങളുടെ വരുമാനം നഷ്ടപ്പെടുത്താതിരിക്കുക. അപ്പൊ ഈ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക. മോണിറ്റൈസേഷൻ ആവാത്തവരാണെങ്കിൽ കൂടെയും ഈ ഒരു രീതിയിൽ ഇനിയുള്ള വീഡിയോസ് ഒക്കെ അഡ്വർടൈസ്മെന്റ് ഫ്രണ്ട്ലി ആയിട്ട് നിങ്ങൾ ചെയ്യുക. അതിനെപ്പറ്റി കൂടുതൽ വീഡിയോസ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. മാത്രമല്ല, ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടുവെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, കൂടാതെ ബെൽ ബട്ടനും കൂടി അമർത്തുക. അപ്പം യൂസ്ഫുൾ ആയിട്ടുള്ള മറ്റൊരു യൂട്യൂബ് ടിപ്സുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബൈ.